വയനാട് മാനന്തവാടി കമ്പമലയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. മലയുടെ ഒരു ഭാഗം കത്തിയമർന്നു. തീ പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്കയാവുന്നുണ്ട്. കമ്പമലയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്, പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിൽ ആ മലയുടെ കമ്പമലയുടെ ഒരു ഭാഗം പൂർണ്ണമായി കത്തിക്കരിഞ്ഞിരിക്കുന്നു. എന്താണ് അവിടെ ഉണ്ടായത്? ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലേ? പ്രജിൻ, ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലം പിലാക്കാവ് കമ്പമലയാണ്. തലപ്പുഴ കമ്പമല മറ്റൊരു കമ്പമലയുണ്ട്. നേരത്തെ മാവോയിസ്റ്റുകളൊക്കെ വന്ന ആ ഒരു മല അതല്ല, ഇത് പിലാക്കാവ് കമ്പമലയാണ്. ഞാൻ നിൽക്കുന്നത് ആ പ്രദേശത്താണ്, അതിൻ്റെ തൊട്ടു താഴെയുള്ള പ്രദേശത്താണ്. തേയിലത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരല്പം നീങ്ങിയാൽ വനമാണ്. വനത്തിൻ്റെ മേഖലയിലുള്ള വലിയ ഒരു മൊട്ടക്കുന്നിലാണ് ഇപ്പോൾ തീ പിടിച്ച് കാണുന്നത്. അത് മൊത്തം കാട്ടുതീയാണ്. അത് താഴേക്ക് പടർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാനുള്ളത്. അത്രമാത്രം വലിയ ഒരു ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ കാട്ടുതീ വ്യാപിക്കുന്നത്. അതൊരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് പൊടുന്നനെ വ്യാപിക്കുകയാണ്. നമ്മളിവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല കാഴ്ച. വളരെ കുറച്ച് മാത്രമാണ് കത്തിയമർന്നത്. പക്ഷേ പൊടുന്നനെ അത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും. ചില ജനവാസ മേഖലകൾ, ഇതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ജനവാസ മേഖലകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. കാരണം അത്രമാത്രം ഭീതി പരത്തുന്ന വിധത്തിൽ, അതായത് ഈ ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശവാസിയായിട്ടുള്ള ശരത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശരത്തിന് പറയാൻ കഴിയും എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. ശരത്തിന് പറയാൻ കഴിയും. ശരത്ത്, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എങ്ങനെയാണ് ഇവിടെ ആളുകൾക്ക് താമസിക്കുന്ന സ്ഥലമാണ്? ഇവിടെയൊക്കെ ജനവാസ മേഖലയാണ്. ഇത് തച്ചറക്കൊല്ലിയാണ്. ഈ മല ഇപ്പോൾ കത്തി വരുന്ന തച്ചറക്കൊല്ലി ഭാഗത്തേക്കുള്ള മലയാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ ഞാനിത് താഴെ തന്നെ ഇവിടെയൊക്കെ പ്രദേശവാസികൾ ഇതാ രണ്ട് മൂന്ന് ഫാമിലി ഇവിടെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ മേഖല ഫുള്ളും ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് 2-3 വീടുണ്ട് താഴെ ഭാഗത്തേക്ക് സാധ്യതയുണ്ട്. ഇതിപ്പോൾ തീ കണ്ടോ, അവിടെ കൂടി ഇതാ താഴെ വരെ എത്തി തുടങ്ങി. താഴോട്ട് ഇതാ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇട്ട് എന്തായാലും വരും. വനംവകുപ്പ് പോയിന്, 2 വണ്ടി പോയിന്. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. കൂടുതൽ ഈ ചൂടായതുകൊണ്ടാണ് പിന്നെ സീന് അടിച്ച് കെടുത്താനും പറ്റില്ല. വമ്പ ബുദ്ധിമുട്ടല്ല, വ്യാപിക്കും. നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ തന്നെ സാധിക്കില്ല. എന്തായാലും ഈ ശരത്ത് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം അതിങ്ങനെ പൊടുന്നനെ വ്യാപിക്കുകയാണ്. അതായത് അധിക സമയം പോലും ആയിട്ടില്ല, ഞങ്ങളിവിടെ എത്തിയ അധിക സമയമായിട്ടില്ല. അതിനിടയിൽ തന്നെ ഒരു മൊട്ടക്കുന്ന് മൊത്തം കത്തിയമർന്നു. അത് മറ്റൊരു കുന്നിലേക്ക് വ്യാപിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴെ ഇടതൂർന്ന വനമാണ്. ആ വനമേഖലയിലേക്കും തീ ഇങ്ങനെ വ്യാപിച്ച് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ദൃശ്യം തന്നെയാണ് ഈ കാണുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഈ ഒരുപക്ഷെ വയനാടിൻ്റെ പല പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഉണങ്ങിയ നിലയിൽ ഉള്ള വരണ്ട് ഉണങ്ങിയ നിലയിലാണ് ഇപ്പോൾ വനമേഖല മാറുന്നത്. ആ വനമേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇങ്ങനെ ഫയർ ലൈൻ അടക്കമുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇങ്ങനെ കാട്ടുതീ വ്യാപിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ സ്ഥലം പിലാക്കാവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ പിലാക്കാവിനടുത്താണ് ഇങ്ങനെ കാട്ടുതീ വ്യാപിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. ആ മേഖല, ഒരു കുന്ന് പൂർണ്ണമായും കത്തിയമർന്നു, അതിൻ്റെ മറുഭാഗത്തേക്ക് പടർന്നിരിക്കുന്നു. താഴേക്കും ഇതിങ്ങനെ തീ പടർന്ന് വേഗത്തിൽ തന്നെ കത്തിയമർന്ന് താഴേക്ക് വരുന്ന ഒരു സ്ഥിതി കൂടി ഇവിടെയുണ്ട്. 2 വനംവകുപ്പ് ജീപ്പ് മുകളിലേക്ക് പോയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് തീ അണയ്ക്കാനുള്ള ദൗത്യം ഉൾപ്പെടെ നടപ്പാക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ പിലാക്കാവ് കമ്പമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രജിൻ, സുജിത്ത്, ഇത് ജൈവ വൈവിധ്യ മേഖല കൂടിയാണ്. ഇത്തരം കുന്നുകളിൽ നമുക്ക് അത്തരം ജീവജാലങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു കാട്ടുതീ ഉണ്ടായിട്ടുള്ളത്. ഈ 2 ജീപ്പിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടൊക്കെ ഇത്രയും വലിയൊരു കാട്ടുതീ അത് അണയ്ക്കാൻ കഴിയുമോ? മറ്റെന്തെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടോ? ഈ ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെടുന്നുണ്ടോ? സുർജിത്ത്, പ്രജിൻ, നിലവിൽ ഇപ്പോൾ അവിടേക്ക് എത്തുക എന്നുള്ളത് ഒരു പ്രായോഗികമായ കാര്യമല്ല. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ഇടപെടലാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ മേഖലയിലേക്ക് പാതകളൊന്നുമില്ല, പൂർണ്ണമായും നിബിഡ വനമാണ്. അത് ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ താഴ്ഭാഗം പൂർണ്ണമായും തോട്ടങ്ങളാണ്. അതിൽ തേയിലത്തോട്ടം ഉൾപ്പെടെ ഉള്ള തോട്ടങ്ങളാണ് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ളത്. അതായത് ഈ മൊട്ടക്കുന്നിനും അതോടൊപ്പം തന്നെ ഈ തേയിലത്തോട്ടങ്ങൾക്കും ഇടയിലായി പൂർണ്ണമായ വനമേഖല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രമുള്ളത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ താഴേക്ക് കത്തിയമർന്ന് വന്നാൽ
അത് ഭീഷണിയാകും. പരമാവധി ഇത് വ്യാപിക്കാതിരിക്കാനുള്ള ഒരു ദൗത്യം നടപ്പാക്കുക മാത്രമേ വനംവകുപ്പിന് മുമ്പുള്ള പോംവഴിയുള്ളൂ. അതല്ലാത്ത പക്ഷം അവിടേക്ക് പോയി തീയണയ്ക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമായ ഒരു കാര്യവുമല്ല. കാരണം അത്രയും ദൂരം ഇവിടെ നിന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് ത്വരിത വേഗത്തിൽ, അതായത് വളരെ വേഗത്തിൽ തന്നെയാണ് ഈ തീ പടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും. ഒരു കുന്നിൽ പൂർണ്ണമായും കത്തി അമർന്നു, അത് മറ്റൊരു കുന്നിലേക്ക് വ്യാപിച്ചു, താഴെ ജനവാസ മേഖലയുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ആളുകളെ സംബന്ധിച്ചുമുള്ള ആശങ്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായത് ഇവിടുത്തെ താഴെയുള്ള ഈ വനത്തെ മൊത്തം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഒട്ടും പ്രായോഗികമല്ല. കാരണം പൊടുന്നനെ ഇത് തീ ആളിപ്പടരുന്നൊരവസ്ഥയാണുള്ളത്. ഈ മനുഷ്യസാധ്യമായ ഒന്നായി തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അണയ്ക്കുക എന്നുള്ളത് മനുഷ്യസാധ്യമായ ഒന്നല്ല. കൂടുതലിടങ്ങളിലേക്ക് ഇത് പടർന്ന് വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത അത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ ഒരു ദൗത്യം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർ ലൈൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇട്ടുകൊണ്ട് തീ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് പടരാതിരിക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് വനംവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പിലാക്കാവ് കമ്പമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കുംഭമാസമാണ്, വേനൽക്കാലം വരുന്നതേ ഉള്ളൂ, വേനൽക്കാലം തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ ഈ കാട്ടുതീ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക, അതിൽ മനുഷ്യർ കൂടി പങ്കുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിലിപ്പോൾ ഈ കമ്പമലയിൽ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. അതിലെ ജീവജാലങ്ങൾക്കെല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം. സുജിത് അയ്യപ്പത്താണ് പിലാക്കാവ് കമ്പമലയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.